ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവായ കാര്യം മാത്രം ചർച്ച ചെയ്താൽ മതി. അത് ഈ ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ആധുനിക കളറാണ്. അതൊന്നും നമുക്ക് നമ്മുടെ പാർട്ടി കളർ പാർട്ടി കളർന്നാരാ ഞങ്ങളോട്? കൊടിയുടെ കളറല്ലല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ഇത് അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടിയുണ്ട്. കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കലുണ്ടോ? ഉണ്ടോ? എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറയേതാ? പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാണെന്നാ ചോദിച്ചത്? അല്ലാതെ എല്ലാവർക്കും അറിയാലോ. അല്ലല്ല, സമ്പൂർണ്ണ ജയിച്ചു. അത് നമുക്ക് നോക്കാം. അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വരവ് ചിലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയാണ്. ഇതെല്ലാം ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ, കണക്കല്ല. അപ്പോൾ കണക്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ്. ഇല്ല, ഏകദേശം പറയാനായിട്ടില്ല. കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കരാറുകാരൻ എന്നുള്ളത് ചെയ്തത്. നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യത്നമാണ് യഥാർത്ഥത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വിവിധ രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ്. അതൊക്കെ നോക്കിയിട്ട് അതെല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സെക്രട്ടറിൻ്റെ മുറി ഏതൊക്കെ മുറിയാണ് AC എന്നൊക്കെ പോയി നോക്കാൻ പറ്റുമല്ലോ. ഇതിലൊന്നും രഹസ്യമൊന്നും വെക്കുന്ന കാര്യമില്ല. AKGൻ്റെ എഴുത്തിനുള്ള ഹോൾ ഇവിടെ ഉണ്ടല്ലോ. അതിനുള്ളിൽ വേറെ വലിയ ഇതുപോലുള്ള ഹോളൊന്നുമില്ല. ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിൻ്റെ ഒന്നും കാര്യമില്ല. യോഗം ചേരാനുള്ള മാത്രമേ ആവശ്യമുള്ളൂ. സ്റ്റേറ്റ് കമ്മിറ്റിക്കുള്ള ഹോളൊക്കെ ഉണ്ട്. അല്ല, CC ചേരണമെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹോളിൽ തന്നെ CC ചേരാൻ പറ്റുന്നു.